വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ സ്നേഹമുള്ള ദൈവങ്ങൾക്ക് ക്രിസ്തുവേശുള്ള സ്നേഹവും വന്ദനവും പകരുന്നു. നമുക്ക് റോമാലേഖനത്തെക്കുറിച്ച് അധികം പറയാതെ തന്നെ നമുക്ക് അറിവുള്ളതാണ്. റോമാലേഖനം നീതീകരണം എന്ന വിഷയമാണ് നമുക്ക് ഓർമ്മപ്പെടുന്നത്. ദൈവത്തോട് നമ്മെ നിരപ്പിക്കുവാനാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത്. അതിൻ്റെ 4-ാം അധ്യായത്തിൽ അബ്രഹാം എങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെന്നും ദാവീദിൻ്റെ ഹൃദയം എങ്ങനെയാണ് ദൈവസ്ഥത്തിൽ നിരപ്പുള്ളതായി തീർന്നതെന്നും പറഞ്ഞ് പഠിപ്പിച്ച് 5-ാം അധ്യായത്തിലേക്ക് അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് കർത്താവായ യേശു മൂലം സമാധാനം. യേശു ക്രിസ്തുവാണ് നമ്മുടെ മീഡിയേറ്റർ. കർത്താവായ യേശുവിലൂടെ മാത്രമാണ് ദൈവത്തോട് നമുക്ക് അടുക്കാൻ കഴിയുന്നത്. വിശ്വാസത്താൽ നമുക്ക് ദൈവകൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു. ദൈവകൃപയിലേക്കുള്ള പ്രവേശനമാണ് നമുക്ക് കിട്ടിയത്. ദൈവത്തിൻ്റെ മനോഹരത്വം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും നമുക്ക് അവകാശമാക്കി തരുവാൻ ഒരു പ്രവേശനം സൗജന്യമായി ലഭിച്ചു. അത് പറഞ്ഞു വന്നിട്ട് നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്നാണ് അപ്പോസ്തലന്റെ അവകാശമാണ്. നമ്മുടെ പ്രശംസ ദൈവ തേജസ്. എന്താണ് ദൈവ തേജസ് എന്ന് പറയുന്നത്? ഇവിടെ ലോകക്കാരായ എല്ലാ മനുഷ്യരും അവർ പറയും, ദൈവം ഞങ്ങൾക്ക് സമ്പത്ത് തന്നു, ദൈവം ഞങ്ങൾക്ക് ആരോഗ്യം തന്നു, ദൈവം ഞങ്ങളുടെ മക്കളെ ഇന്ന പൊസിഷനിലാക്കി. അതിലൊക്കെ ദൈവത്തെ പ്രശംസിക്കുന്നവർ അതിനകത്താണ്. എന്നാൽ സത്യദൈവം നമുക്ക് തന്നത് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിലാണ് നമ്മൾ പ്രശംസിക്കുന്നത്. എന്താ ഈ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ? നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റുന്ന വിധത്തിൽ, ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വിധത്തിൽ, ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള ദൈവ സാന്നിധ്യമാണ് ഈ ദൈവ തേജസ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ലോകത്തിന് അത് കിട്ടത്തില്ല. കാണുവാനും കേൾക്കുവാനും സ്പർശിക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്ന ദൈവ സാന്നിധ്യമാണ് തേജസ്. എല്ലാവരും അതൊന്ന് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തോട് കിട്ടിയ സമാധാനം എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ദൈവത്തെ തൊടാൻ പറ്റും, ഇപ്പോൾ എനിക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റും, എനിക്ക് ദൈവത്തെ കാണാൻ പറ്റും, എനിക്ക് ദൈവത്തെ ആസ്വദിക്കുവാനായിട്ട് പറ്റും. അങ്ങനെ കാണുന്നവരും കേൾക്കുന്നവരും സ്പർശിക്കുന്നവരും ആസ്വദിക്കുന്നവരും എത്ര പേരുണ്ട് ഇവിടെ? നീതീകരണം എന്ന് പറയുന്നത് ഇതാണ്. വിശ്വാസത്താൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ രക്ഷയ്ക്കാണെന്ന് ഏറ്റുപറഞ്ഞ മാത്രയിൽ നമുക്ക് ലഭിച്ച ദൈവികമായ ആനന്ദം, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ പ്രശംസ എന്താ? നമ്മുടെ സന്തോഷം എന്താ എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവ തേജസ്സാണ് നമ്മുടെ പ്രത്യാശ. ദൈവ തേജസ്സിലാണ് നമ്മൾ പ്രശംസിക്കുന്നത്. എന്താണ് ദൈവ തേജസ്? എന്താണ് ദൈവ തേജസ്? മനസ്സിലായില്ല, ശ്രദ്ധിച്ചില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ അഭിമാനമായ പ്രശംസാ കാരണമെന്ന് പറയുന്നത്, ദൈവത്തെ നമുക്ക് സ്പർശിക്കാനും ദൈവത്തെ നമുക്ക് നേരിട്ട് കേൾക്കാനും കാണാനും അനുഭവിക്കാനും കഴിയുന്ന
ഒരു അനുഭവത്തെയാണ് ബൈബിൾ തേജസ് എന്ന് പറയുന്നത്. എന്തോ എങ്ങനെയോ നമുക്കത് വേണ്ട. ഹലോ, നമുക്കത് വേണോ? ദൈവത്തെ കാണാൻ പറ്റും. വിശുദ്ധ ബൈബിൾ പറയുന്നു ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. അപ്പൊ ശുദ്ധീകരണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തെ സ്പർശിക്കാൻ പറ്റുമോ? കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടാത്ത, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സഹോദരനെ സ്നേഹിക്കുമ്പോഴാണ്. നമ്മൾക്ക് അവനെ കാണാൻ, നമ്മളവനെ കണ്ടിട്ടും കാണാത്ത പോലെ പോവുക, നമ്മളവനെ കേട്ടിട്ടും കേൾക്കാത്ത പോലെ പോവുക. ദൈവ സാന്നിധ്യമല്ലാതെ വേറൊന്നും പെന്തക്കോസ്തുകാർക്ക് അവകാശമില്ല. റോമർ 8:17 നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. എന്താണ് നമ്മുടെ അവകാശം? ദൈവത്തിൻ്റെ അവകാശം. ഞാൻ സ്വർഗത്തിലിരുന്നോളാം, നിങ്ങൾ ഭൂമിയിലിരുന്നോ. അതാണോ? ഇനി നിങ്ങൾക്ക് യേശുവിനെ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ കിട്ടും. അതാണോ നിങ്ങളുടെ കൊതി? ദൈവം തരുന്ന 10 കാശാണോ നിങ്ങൾക്ക് വേണ്ടത്? 10 കാശ് വേണമെന്നുള്ളത് കരകത്തിക്കും ആർക്കും വേണ്ട. എന്താണ് കാരണം? ദൈവം ഉണ്ടെങ്കിൽ എല്ലാം മതി, അല്ലേ? അല്ലേ? അപ്പൊ നമുക്ക് ദൈവത്തെ കിട്ടി, പക്ഷെ ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അപ്പോഴാണ് അവിടെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, പ്രത്യാശയാൽ അത് തന്നെയല്ല. ഈ പ്രത്യാശ ദൈവ തേജസ്സാണ്. എന്നിട്ട് പറയാം അത് തന്നെയല്ല, പിന്നെ എന്തുകൊണ്ടുണ്ട്? അത് മാത്രം കിട്ടിയതൊക്കെ സന്തോഷിക്കണ്ട. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളിലും. ഇപ്പൊ അടുത്ത പ്രശംസ, ഒന്ന് ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു രക്ഷപ്പെട്ട് ദൈവവുമായിട്ട് ഒന്നിച്ചങ്ങ് നടന്ന് കർത്താവിനെ കെട്ടിപ്പിടിച്ച് ആനന്ദിച്ചങ്ങ് നടക്കാം. ഇപ്പോ പരിശുദ്ധന്മാർ പറയൂ, അയ്യോ അത് മാത്രമാണ് വിചാരിക്കരുത്, കഷ്ടതയുണ്ട്. കഷ്ടത സഹിഷ്ണുത വരുത്തും, സഹിഷ്ണുത സിദ്ധത വരുത്തും, സിദ്ധത പ്രത്യാശയെ വർദ്ധിപ്പിക്കും, പ്രത്യാശ ദൈവ സ്നേഹത്തെ വർദ്ധിപ്പിക്കും. എല്ലാം വിവരിക്കാനൊന്നും സമയമില്ല. ഒരു ചെറിയ ചിന്തയാണ് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അത് എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കഷ്ടങ്ങളിൽ ആരാധിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കഷ്ടങ്ങളിലും നമ്മൾ പ്രത്യാശിക്കുന്നു. എന്തോ അകത്തെ മനുഷ്യന്റെ ചെവി തുറക്കാത്ത പലരും ഇവിടെ ഇരിപ്പുണ്ട്. അകത്തെ മനുഷ്യന്റെ കണ്ണുകൾ ഇവിടെ അടഞ്ഞു പോയ പലരും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഭൂമിയിലെ നന്മകളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാനത് പറയത്തുമില്ല. ഞാൻ പറയുന്നത് മുഴുവനും കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്ന ഒരു ആത്മമനുഷ്യനെ കുറിച്ചാണ്. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഇവിടെ വായിച്ചത് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 5-ാം വാക്യം ആർക്കൊന്ന് വായിക്കാം. പ്രത്യാശയ്ക്കോ അത് ശ്രദ്ധിക്കണേ. കഷ്ടങ്ങളിൽ നമ്മൾ തളർന്നു പോകുന്നില്ല, പ്രത്യാശ വരുത്തുന്നു. അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. എന്താ കാരണം? പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹം പകരുകയാണ് ഈ ദൈവത്തിൻ്റെ പദ്ധതി. ഇപ്പോഴും ഞാൻ കൊതിക്കുന്നൊരു കാര്യമാണ്, ആ സ്നേഹത്തിൻ്റെ ആഴമായൊരു വശം എനിക്കൊന്നറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് അല്പം കൂടെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുന്നു. എൻ്റെ സഹോദരനോട് ഞാൻ പറയട്ടെ, ഇത് പരിശുദ്ധാത്മാവ് നമുക്കെന്ന് തരും. ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാവിനാണ് വായിച്ചത് ഇങ്ങനെയാണ്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം അഗപ്പെ, ഹല്ലേലൂയ, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇത് നമ്മളൊന്ന് ജീവിപ്പിച്ച് നമ്മൾ അതിനെ ഉണർന്ന് മനസ്സിലാക്കണം. അത് കർത്താവ് സഹായിക്കട്ടെ. അത് കഴിഞ്ഞ് താഴത്തോട്ടുള്ള ഭാഗങ്ങൾ
ഞങ്ങൾ നിങ്ങളത് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മോളെ ഉറക്കെ വായിക്കാമോ? വായിക്കണ്ടോ? ഒന്ന് വായിച്ചേ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധത്തിന് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുല്യമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. മതി മോളെ, അവിടെ കൊണ്ട് നിർത്തുന്നത്. പിന്നെ നമുക്ക് ഒരു സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കാം. നമ്മളോട് വായിക്കുകയാണ്, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. എന്താണ് ഇവിടെ? നിങ്ങൾ ആരെങ്കിലും ബലഹീനരുണ്ടോ? നാം ഒരാളെ കുറിച്ചല്ല പറയാം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. നാം എന്താണ് നമ്മുടെ ബലഹീനത? ബലഹീനരാണെന്ന് സമ്മതിക്കുന്ന എത്ര പേരുണ്ട്? ബലഹീനരായിരിക്കുമ്പോൾ തന്നെ എന്ന് പറയുമ്പോൾ മനുഷ്യൻ ബലഹീനനായിപ്പോയി. എവിടെയാണ് നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോയതെന്ന് ഒന്ന് ഗ്രഹിച്ചു പോകണം. ഞാൻ പ്രസംഗം പറഞ്ഞു, നിങ്ങൾ സ്വത്രവും പറഞ്ഞു, ആമേനും പറഞ്ഞു. അങ്ങനെ വേണ്ട. എന്താണ് എൻ്റെയും നിങ്ങളുടെയും ബലഹീനത? ആദാം ബലഹീനനായിപ്പോയി. ബലവാനായിരുന്നു ആദാം. ദൈവത്തോടെ എപ്പോഴും അടുത്ത് ചെന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവ സന്തോഷത്തിൽ ഒന്നിച്ച് നടന്ന് ആരാധിച്ച് സന്തോഷിച്ചിരുന്ന ആദാം ഇപ്പോൾ ഒരു വൃക്ഷത്തിന്റെ മറവിലേക്ക് ഓടിയൊളിക്കുകയാണ്. അപ്പോൾ ആദാം ഒരു ശബ്ദം കേൾക്കുന്നു, കാലൊച്ച. ദൈവം നടന്നു വരുന്ന കാലൊച്ച. ബലഹീനനായി, അഭക്തനായി, പാപിയായി ഓടിപ്പോകുന്ന ആദാമിനെ തേടി വരുന്നു. ആദാമിനോട് ദൈവം കോപിച്ചോ? എന്താ ഈ ദൈവത്തിന്റെ കോപം എന്ന് ബൈബിൾ പറയുന്നതെന്ന് അറിയാമോ? എന്താണ് ദൈവത്തിന്റെ കോപം? ഹല്ലേലൂയ. ദൈവം കോപിക്കുമോ? ഹല്ലേലൂയ. ദൈവം കോപിക്കുന്ന ദൈവമാണോ? ദൈവത്തിന് കോപം എന്ന് പറഞ്ഞ വികാരമുണ്ടോ? അവന്റെ കോപം ക്ഷമ നേരത്തേക്കാണ്. അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതാണ്. ദൈവത്തിന്റെ കോപം എന്താണ് ഞാൻ പറയട്ടെ, മനസ്സിലാക്കാമോ? എല്ലാവരും കണ്ണെന്ന് തുറന്നിവിടെ എന്നെ നിഷേധിച്ചുകൊണ്ടിരുന്നേ. ദൈവത്തിന്റെ കോപം ദൈവം നീതിയുള്ള ന്യായാധിപതിയായതുകൊണ്ടാണ്. നീതിയുള്ള ന്യായാധിപതിയായ ദൈവം തന്റെ പ്രതിബന്ധം മുമ്പിൽ നിൽക്കുക. ഇവൻ കുറ്റക്കാരനാണ്, ഇവന് ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കുറ്റം വിധിച്ച് ഇവന്റെ പേരിലുള്ള കേസ് ഷീറ്റ് മുഴുവനും പ്രോസിക്യൂട്ടർ വായിച്ച് അവനെ മുമ്പിൽ നിർത്തിയിരിക്കുക. മരണയോഗ്യൻ. ഇവൻ ചെയ്ത പാപം വെച്ച് ഇവനും ദൈവമായിട്ട് ഒരിക്കലും അടുക്കുവാൻ കഴിയത്തില്ല. എല്ലാ ആഴ്ചയിലും ഒരു കുഞ്ഞാണ്. ഇപ്രാവശ്യം 2 കുഞ്ഞുള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. അടുത്ത ആഴ്ചയിലും ഉമേഷ് കുഞ്ഞിനെ കൊണ്ട് വരട്ടെ. അപ്പം നമുക്ക് നല്ലപോലെ രസിക്കാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവവചനത്തിൻ്റെ ആനന്ദം കിട്ടാത്തതിൻ്റെ കാരണം ദൈവവുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ്. കുഞ്ഞുങ്ങൾ അവരുടെ ജോലി ചെയ്യും, അവരെ തടയാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്കുള്ളത് നമ്മൾ നമ്മുടെ ദൈവത്തെയും അനുഭവിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏദൻ തോട്ടത്തിൽ വന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ കോപം അവനെ എന്നേക്കുമായി ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു. കോപം എന്ന് പറയുന്നത് ദൈവം നീതിമാനായ ജഡ്ജാണെന്നുള്ളതാണ്. പാപത്തെ അവന് ശിക്ഷിക്കാതെ വിടാൻ കഴിയത്തില്ല. സകല കുറ്റങ്ങളും ഇവന്റെ മേൽ ചുമത്തപ്പെട്ടു. ഇവൻ അന്യാരാധനക്കാരനാണ്, ഇവൻ വിഗ്രഹാരാധിയാണ്, ഇവൻ ഭാവിഷ്ഠാനക്കാരനാണ്, ഇവൻ വ്യഭിചാരിയാണ്, ഇവൻ കൊലപാതകയാണ്. സകല കുറ്റങ്ങളും ഇതെല്ലാം എതിരെ ധരിക്കുന്നറിയാമോ? ദൈവസ്നേഹമില്ലാത്ത ഒരാളിൽ ഈ സകല പാപങ്ങളുമുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവസ്നേഹമാണ്. ഹല്ലേലൂയ. ഇവിടെ ഈ വിധിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യനെ ജഡ്ജി എല്ലാം പറഞ്ഞു. ഇപ്പം നമുക്കിവിടെ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊയറിന് വേണ്ടി വിധിച്ചു. അവളെ തൂക്കിക്കൊല്ലാനായിട്ട്
വിധിച്ചു കഴിഞ്ഞു. ഇനി അവള് അപ്പീൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ കുറ്റങ്ങളും പ്രവൃത്തികളൊക്കെ നമുക്കറിയാം. കുറ്റം വിധിച്ച് സകല കുറ്റവുമായി സ്വീകരിപ്പിച്ചു. അവൻ നല്ല കൊച്ചനായിരുന്നിട്ട്, അവൻ നല്ല മനുഷ്യനായിരുന്നിട്ട്, അവൻ്റെ മരണക്കിടക്കയിലും അവൻ നിന്നെ സ്നേഹിച്ചപ്പോൾ നീ അവൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം ദ്രവിച്ചു പോകത്തക്കൊണ്ടുള്ള വിഷം കലക്കി കൊടുത്ത് മറ്റൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ആ മകനെ നീ നിന്റെ മടിയിൽ കിടത്തി കൊന്നു എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുക. മിണ്ടാൻ പറ്റൂ, തെളിവ് സഹിതമാണ് കൊടുക്കുന്നത്. മിണ്ടാതെ നിന്ന് അവള് അപ്പീലൊന്നും പോകാതെ ഞാൻ കുറ്റക്കാരിയാണ്, മരണശിക്ഷയ്ക്ക് ഞാൻ യോഗ്യയാണെന്ന് ആ പെൺകുട്ടി പറയുകയാണെന്ന് വിചാരിച്ചു. ഉടനെ ജഡ്ജിക്ക് ഒരു ദൈവം തോന്നി, ജഡ്ജിക്ക് ഒരു അനുകമ്പ തോന്നി. അനുകമ്പ തോന്നിയപ്പോൾ പറയുക, നിന്റെ വധശിക്ഷ നീ അംഗീകരിച്ചല്ലോ, എന്നാൽ ഈ കുറ്റം ഞാൻ ഏറ്റെടുക്കുക. ഈ കുറ്റം മുഴുവൻ എൻ്റെ മേൽ ചുമത്തിയിട്ട് ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ പുത്രനെ അല്ല ഞാൻ തന്നെ മരിക്കാൻ തീരുമാനിക്കുക. നിനക്ക് ഇതിൽ നിന്ന് സ്വതന്ത്രയാകാം, നിനക്കിതിൽ നിന്ന് സ്വതന്ത്രയാകാം. ദൈവമക്കളെ, ദൈവം ന്യായം വെച്ച് വിധിക്കുന്നതിനെയാണ് കോപമെന്ന് ബൈബിൾ പറയുന്നത്. ദൈവത്തിൻ്റെ കോപം നമ്മൾക്ക് തക്കതായ പാപത്തിൻ്റെ ശിക്ഷ കൽപ്പിക്കുന്നതാണ്. പക്ഷെ ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തെയാണ്. എന്താ ദൈവത്തിൻ്റെ സ്നേഹം? അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മനുഷ്യനായി വന്ന് എനിക്ക് പകരം നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ട് ആ ശിക്ഷയിൽ നിന്ന് ദൈവ കോപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. ഇതാണ് ഇവിടെ പറയുന്ന ബലഹീനത. നമ്മുടെ ബലഹീനത എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ഒരിക്കലും സാധിക്കത്തില്ല. മനുഷ്യന്റെ ഇഹ പര്യന്തം എത്ര തപസ്സിരുന്നാലും, എത്ര ഉപവസിച്ചാലും, എത്ര കർമ്മങ്ങൾ ചെയ്താലും, തനിക്കുള്ളതെല്ലാം വിറ്റ് അന്നദാനം ചെയ്താലും വേദപുസ്തകം അങ്ങനെ സ്നേഹം വരുന്നില്ല എങ്കിൽ ഒന്നുമില്ല. ശരീരം ചുടുവാൻ ഏൽപ്പിക്കും, പക്ഷെ സ്നേഹമില്ല എങ്കിൽ നിനക്ക് ദൈവത്തോട് അടുക്കാൻ സാധ്യമല്ല. ഇവിടെ ദൈവത്തോട് ആ കർത്താവിൻ്റെ കൈ പിടിച്ച് പിടിക്കുന്ന ഇത്ര പേരുണ്ട്. കർത്താവിൻ്റെ കരം പിടിച്ച് ആണിപ്പാടുള്ള കരങ്ങൾ പിടിച്ചിരിക്കുന്ന ഇത്ര പേരുണ്ട്. എന്റെ ദൈവത്തിന് ഇതല്ലാതെ ദൈവം എന്താ നമുക്ക് തരേണ്ടത്? അവന്റെ പുത്രന്റെ ജീവൻ നമുക്ക് തന്നത് എന്തിനാ? ദൈവത്തോട് നമ്മളെ നിരപ്പിക്കുകയാണ്. ദൈവത്തെ എനിക്ക് കിട്ടിയെന്ന് ധൈര്യമായിട്ടൊന്ന് പറഞ്ഞേ. എന്നിട്ട് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ആദാം ബലഹീനനായി പോയി. ബലഹീനനായ ആദാമിനെ തേടി വരുന്ന പിതാവായ ദൈവം അവനെ തേടി വരികയാണ്. ഇവിടെ നമ്മൾ എല്ലാവരും ബലഹീനരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ബലഹീനരാണ്. നിങ്ങൾ എന്തിനെയാണ് സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ആരോഗ്യത്തെ സ്നേഹിക്കുന്നവരുണ്ടോ ഇവിടെ? സൗന്ദര്യത്തെ സ്നേഹിക്കുന്നവരുണ്ടോ ഇവിടെ? ഹല്ലേലൂയ. ജോലിയെ സ്നേഹിക്കുന്നവരുണ്ടോ ഇവിടെ? ചിലരുടെ കയ്യിൽ നിന്ന് സഭാഗത്തിന് വരാത്തതിന്റെ കാരണം അതൊക്കെ. ജോലിയെ സ്നേഹിക്കുന്നവർ, പിന്നെ ഇപ്പൊ അയൽക്കൂട്ടത്തെ സ്നേഹമാണ്. സഭ പറഞ്ഞാലും സഹോദരങ്ങളെ പറഞ്ഞാലും അയൽക്കൂട്ടക്കാരുമായിട്ടുള്ള ബന്ധം ഇതാണ്. അവിടെ ചെന്ന് ആരും അറിയത്തില്ലല്ലോ. ഇപ്പം അയൽക്കൂട്ടമാണ് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യുന്നത്. കടക്കെണിയിലാക്കുന്ന അയൽക്കൂട്ടക്കാരാണ്. ആഴ്ച പിരിവ. എന്നിട്ട് ഇവരൊരു ടൂർ പ്രോഗ്രാം വെക്കും. പെന്തക്കോസുകാരായ സഹോദരങ്ങൾ അവരുടെ കൂടെ പോവും. ടൂർ പ്രോഗ്രാം പോയിട്ട് വരുമ്പോഴാണെങ്കിൽ ഫിറ്റായിട്ട് വരും. അന്ന് മുതൽ ഒരു ബലഹീനായി. അയൽക്കൂട്ടം ഇല്ലാത്ത ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. നമുക്കൊരു കൂട്ടറുണ്ട് ഇവിടെ, അല്ലേ? അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്, ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത്, ദൈവിക കൂട്ടായ്മ. ഇത് രണ്ടും കൂടെ പറ്റത്തില്ല. എന്നിട്ട് ബലഹീനനായി പോയെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ജോലിയെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെയാണ് നമ്മളെ ലോകം പഠിപ്പിക്കുന്നത്. വർക്ക് ഈസ് വർഷിപ്പ്. ജോലി ആരാധനയാണ്. എൻ്റെ സഹോദരങ്ങളെ, ജോലിയെ ആരാധിച്ചാൽ നീ നരകത്തിൽ പോകും. പണത്തെ ആരാധിച്ചാൽ നീ നരകത്തിൽ പോകും. നീ ആരാധിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് നിന്റെ ദൈവത്തെ മാത്രമാണ്. ദൈവത്തിന് നീ എല്ലാറ്റിനും അധികമായ സ്നേഹം കൊടുക്കണം, ഒന്നാം സ്ഥാനം കൊടുക്കണം. ഇതാണ് നാം ബലഹീനരാണെന്ന് പറയുന്നത്. ദൈവത്തോട് അടുക്കാൻ കഴിയാത്ത ഒരു ബലഹീനത നമ്മിലുണ്ട്. ഈ ബലഹീനത ബൈബിൾ പറയുന്നത്
കർത്താവ് നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തത് അല്ലേ? എന്തിനാ തെരഞ്ഞെടുത്ത? കർത്താവ് തെരഞ്ഞെടുത്തതില്ല. എഫേസ്യർ 1:4 ഒന്ന് വായിച്ചോളെ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവരിൽ തിരഞ്ഞെടുക്കുകയും തിരുവിധത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. 4 വാക്യം വായിക്കുന്നത്, ദൈവസന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. എന്താണ്? നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായതുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്തു. അങ്ങനെയുള്ളവർ കരഞ്ഞെത്തിക്കേ. കേട്ടില്ല അല്ലേ? വിശുദ്ധരും നിഷ്കളങ്കരും ആയതുകൊണ്ട് തെരഞ്ഞെടുത്തെന്ന് ഉള്ള ബൈബിളിൽ വായിച്ചവർ അത് കരഞ്ഞെത്തിക്കേ. പാപിയും ദോഷിയുമായതുകൊണ്ട് തെരഞ്ഞെടുത്തത്. വിധി വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് തെരഞ്ഞെടുത്തത്. എപ്പോഴാണ് തെരഞ്ഞെടുത്തത്? അമ്മയുടെ വയറ്റിൽ ഉരുവായപ്പോഴാണോ? അല്ല. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടപ്പോഴാണോ തെരഞ്ഞെടുത്തത്? പിന്നെ ലോകമുണ്ടാക്കപ്പെടുന്നതിന് മുമ്പ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനത്തിന് ഹൃദയമൊന്ന് കൊടുക്കണം. നമ്മൾ എന്നുള്ളവരാണെന്നറിയാമോ? നമ്മൾ ഇവിടുത്തെ 80 വർഷത്തെ 90 വർഷത്തെ ജീവിതത്തിലെ പകുതി 40 വർഷവും രാത്രിയാണ്. പിന്നെ കിട്ടുന്നത് 40 വർഷമാണ് അല്ലേ? ആ 40 വർഷത്തിൽ 10-15 വർഷം അമ്മയെ അപ്പൻ തല്ലിവിടും. എടാ 10ാം ക്ലാസ് വരെയെങ്കിലും ഒന്ന് പോടാതെ 15 വർഷം പോയി. ആ 40 വർഷത്തിൽ 15 വർഷം പോയി. ഇപ്പം ഞാനിപ്പോൾ എനിക്കിപ്പം 69 ആകുന്നു. ഈ 69ാമത്തെ വയസ്സിൽ എനിക്ക് ഒരു വണ്ടി വേണം, ലോണിന് ചെന്നു. എൻ്റെ പൊന്നു സാറേ ഇങ്ങോട്ട് വന്നേക്കരുത്. 60 കഴിഞ്ഞോ, നിങ്ങളെ ഗവൺമെൻറ്റിനും വേണ്ട, ബാങ്കിനും വേണ്ട, നിയമങ്ങൾക്കും വേണ്ട. പിന്നെ പാവപ്പെട്ട വിജയി ഞാൻ പറഞ്ഞു കൊടുത്ത് അവൻ്റെ പേരിൽ വണ്ടി ലോൺ എടുത്തിയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ 60 വയസ്സ് കഴിഞ്ഞവനെ ആർക്കും വേണ്ട, ആർക്കും വേണ്ട. ദൈവമക്കളെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ ആർക്കും വേണ്ടാത്തൊരു ജീവിതം, പക്ഷേ ദൈവത്തിന് വേണം. എന്തുണ്ട്? ഇതിനോടകം കിട്ടുന്ന ആയുസ്, ജീവിക്കാൻ കിട്ടുന്ന വർഷം എത്രയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ ഇടയ്ക്ക് ആശുപത്രിയിലേക്ക് ദിവസങ്ങൾ മാസങ്ങളൊക്കെ ആശുപത്രിയില്ല. പിന്നെ ബസ് സ്റ്റോപ്പിലാണ് മണിക്കൂറുകൾ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ചിലപ്പം അരമണിക്കൂർ 1 മണിക്കൂർ എല്ലാ ദിവസവും ബസ് കാത്ത് നിൽക്കുന്നവരുണ്ട്. പിന്നെ പറയണ്ട, ജീവിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ എത്രയുണ്ട്. ഈ ലോകമുണ്ടാക്കപ്പെടുന്നതിന് മുമ്പ് ദൈവം തെരഞ്ഞെടുത്ത ദൈവ പൈതൽ നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഇവിടെ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിനാണ്. എന്താ വിശുദ്ധരും നിഷ്കളങ്കരും എന്ന പദത്തിന്റെ അർത്ഥം എന്താ അറിയാവുന്ന പറഞ്ഞ? എന്താ വിശുദ്ധരും നിഷ്കളങ്കരും എന്ന പദത്തിന്റെ അർത്ഥം? നമ്മുടെ യേശുവിനെ പോലെ, യേശു മാത്രമേ വിശുദ്ധനുള്ളൂ. യേശു ക്രിസ്തു മാത്രമേ നിഷ്കളങ്കതയോടെ ഒരു ജീവിതം ഇവിടെ നയിച്ചിട്ടുള്ളൂ. യേശുവിനെ പോലെ ആകാൻ. ഹല്ലേലൂയ. ഇത് നിങ്ങൾ എന്താ പറയുക, ദൈവവചനവുമായിട്ട് നിങ്ങൾ ഇരിക്കുന്നില്ല. ഈ വചനം വായിച്ച് നിങ്ങളുടെ കർമ്മം ആചരിക്കുക. ഓരോ ദൈവമക്കളെ, ഈ വചനത്തിനകത്ത് നമ്മൾ ജീവിക്കണം. നിങ്ങൾ സങ്കീർത്തനം മാത്രമാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രവാചക പുസ്തകങ്ങളിലും ഭൂമിയിലെ നന്മകളുമാണ് നിങ്ങൾ വായിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. റോമാലേഖനം പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നാം ബലഹീനരാണ്. നമുക്ക് ദൈവത്തോട് അടുത്തിയെല്ലാം പറ്റത്തില്ല. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ഇങ്ങോട്ട് അടുത്ത് വന്നു. ദൈവം ഇങ്ങോട്ട് വന്നു. സ്വർഗത്തിന്റെ മഹത്വങ്ങൾ മാറ്റിവെച്ചിട്ട് ഈ താണ ലോകത്തിൽ എന്നെ പോലെ നിങ്ങളെ പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് ദൈവം വരിക ചെയ്തത്. ദൈവം വന്ന് ആ ക്രൂശിൽ തന്റെ രക്തം തന്ന് നമ്മെ സ്നേഹിച്ചു. നമ്മൾ പറയുന്നുണ്ടോ, ഞാനങ്ങ് ദൈവത്തെ കണ്ടെത്തി, ഞാനങ്ങ് ദൈവത്തെ സ്നേഹിച്ചു. ആ ഹൃദയത്തിന്റെ കാഠിന്യം, അറിവില്ലായ്മ, ഭയങ്കര പാപമാണത്. നാം ബലഹീനരാണ്. നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള ഒരു സാധ്യതയുമില്ല.
നീ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവത്തെ പറ്റത്തില്ല. അത് നിന്റെ സ്വയത്തിൽ നിന്നാണ് നീ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് വായിക്കുന്നത് ബലഹീനരായിരിക്കുമ്പോൾ, തുടർന്ന് വായിക്കുന്നത് അഭക്തർക്ക് വേണ്ടി. അതാണ് നമ്മൾ വായിച്ചത്. അഭക്തനായിരിക്കുന്ന എന്നെ എനിക്ക് വേണ്ടി അവൻ മരിച്ചു എന്നാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കട്ടെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കുറിച്ച് എന്താ പറയുന്നത്? അഭക്തർ, ഭക്തി കെട്ടവർ. ഭക്തി കെട്ടവന് വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. യേശു മരിച്ചത് നീതിമാന് വേണ്ടിയിട്ടല്ല കേട്ടോ. യേശു അഭക്തന് വേണ്ടിയിട്ടാണ് മരിച്ചത്. ഹല്ലേലൂയ. പിന്നെ അടുത്തത് നമ്മൾ വായിച്ചത് പോവുകയാണ് കേട്ടോ. ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ ആരെങ്കിലും തുനിയുമായിരിക്കാം അല്ലേ? ഗുണവാന് വേണ്ടി മരിപ്പാനൊക്കെ പ്രയാസമാണെങ്കിലും ആരെങ്കിലും തുനിയുമായിരിക്കാം. നീതിമാന് വേണ്ടിയിട്ട് മരിക്കാനോ? ഇവിടെ നിങ്ങളിൽ ഒരാൾ നീതിമാന, എനിക്കൊരു ഗുണവും ഇല്ല. നിങ്ങൾ നീതിമാനായി ജീവിക്കുന്നത് കൊണ്ട് എനിക്കൊരു ഗുണവും ഇല്ല. നീതിമാന് വേണ്ടി ആകെ മരിക്കൂ. ഇപ്പം ഒരു പാസ്റ്ററും ഭാര്യയും കൂടെ 5 വർഷം ഒരു ലഘുലേഖ കൊടുത്തു, ഒരു പുസ്തകം ബൈബിൾ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് കുറ്റം ചുമത്തി മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് 5 വർഷം ജയിലിട്ടിരിക്കുക. കോടതി വിധിച്ചു. അലഹബാദ് കോടതി വിധിച്ചതാണ് അദ്ദേഹത്തെ ജയിലിടാൻ. അദ്ദേഹം ജയിലില്ല. അദ്ദേഹത്തിന് ആരെങ്കിലും മരിക്കൂ? നമ്മൾ ഓർക്കത്ത് പോലുമില്ല, ഒന്ന് പ്രാർത്ഥിക്കത്തത് പോലുമില്ല. അദ്ദേഹത്തിന് മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷെ എനിക്കൊരു 1 ലക്ഷം രൂപ തന്നെങ്കിൽ ഞാൻ മറക്കത്തില്ല. എനിക്കൊരു 10 ലക്ഷം രൂപ, ഞാൻ നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ തന്നു. 10 ലക്ഷം രൂപ തന്നാൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും കഷ്ടം നിങ്ങൾ സഹിക്കും. എന്താ കാരണം? നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഗുണമുണ്ട്. നീതിമാന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അഭക്തന് വേണ്ടി മരിച്ച യേശു ഇവിടെ പറയുക നീതിമാന് വേണ്ടിയിട്ട്. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? ഗുണവാന് വേണ്ടിയിട്ട് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കഷ്ടം സഹിച്ചേക്കാം. എന്നിട്ടാണ് അതിൻ്റെ 8ാമത്തെ വാക്യം പറയുന്നത്. അതായത് ആരെങ്കിലും മരിക്കും ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കാം. എനിക്ക് വേണ്ടി ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മരിപ്പാൻ തുനിയുമായിരിക്കാം. അതൊക്കെ നമ്മുടെ ദേഹീമണ്ഡലത്തിൽ നിന്നാണ്, നമ്മുടെ സ്വയത്തിൽ നിന്നാണ്. അതും അവസരം വന്നാൽ നമ്മൾ അവനെ കൊന്നിട്ട് നമ്മൾ അവൻ്റെ കാശ് അധികം കിട്ടാൻ അവസരമുണ്ടെങ്കിൽ അവനെ കൊല്ലും. നമുക്ക് ഗുണം ചെയ്യുന്ന ആളാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചുള്ള ചരിത്രങ്ങളൊക്കെ കേട്ടെന്ന് നമുക്കറിയാം. ഈ ബൈബിൾ പഠിച്ച് പ്രസംഗിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും ഒരു അമേരിക്കക്കാരനങ്ങൾ ചെയ്തു കൊടുത്തു. അവസാനം അദ്ദേഹത്തിന് വീടായി, സ്ഥലമായി, കാര്യങ്ങളായി, എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പണവും കൂടെ വേണം. അദ്ദേഹം എന്ത് ചെയ്തു? ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊലപാതകം ചെയ്തു. അവരെ കൊണ്ട് കള്ളം ഉറക്കി കിടത്തിയിട്ട് അവരുടെ കൊണ്ട് കൈകൊണ്ട് ഉപ്പിടിപ്പിച്ച് ആ ധനം മുഴുവൻ ഇയാളുടെ പേരിലാക്കി. ജയിലിലാണ് പാസ്റ്റർ, ജയിലില്ല. ഹല്ലേലൂയ. ഗുണവാന് വേണ്ടിയിട്ട് അദ്ദേഹം ജീവൻ കൊടുക്കാൻ തയ്യാറായി. അവസരം വന്നപ്പോൾ അവൻ്റെ കാശ് മുഴുവൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവസാനം അങ്ങേര് വന്ന് കേസ് കൊടുത്ത് പ്രശ്നമായി. ഞാൻ പറയുന്നതല്ലേ, ഇത് നമ്മൾ വായിക്കുന്ന ഡെയിലി ദിനപത്രത്തിനകത്ത് എഴുതപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം ഇത് സംഭവിക്കും. ഇവിടെ പക്ഷേ ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിപ്പാൻ തുനിയുമായിരിക്കാം. എന്നിട്ട് പറഞ്ഞ വാക്യം ഒന്ന് വായിച്ചേ. ഇട്ടാ വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം നൽകി നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കപ്പെടും. ദൈവസ്നേഹം കണ്ടവരാണോ നമ്മൾ? ദൈവസ്നേഹം ഒരാൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ കണ്ണുകൊണ്ട് ആ കാൽവറിയുടെ ദർശനം കാണണം. അവിടെ കിടന്നുകൊണ്ട് ഇന്നും ആ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ രക്തം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. വേദനിച്ച് തളർന്ന്
ക്ഷീണിച്ചു വന്നിരിക്കുന്ന, ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ഒന്ന് സ്തുതിക്കാൻ കഴിയാതെ, ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയാതെ വന്നിരിക്കുന്ന എന്നോട് നിങ്ങളോട് കർത്താവിന് പറയാനുള്ള കാര്യങ്ങൾ, മകനെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് എൻ്റെ പ്രാണൻ തന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ആ സ്വർഗ മഹിമകൾ വെടിഞ്ഞത്. നിന്നെ രക്ഷിപ്പാൻ നിനക്ക് എൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റത്തില്ല. ഞാൻ നിന്റെ അടുക്കലേക്ക് വന്ന് എൻ്റെ രക്തം തന്ന്, എൻ്റെ ജീവൻ തന്ന് നിന്നെ വീണ്ടെടുത്ത സ്നേഹം നീ എന്നറിയണം. നമുക്ക് സ്നേഹം അല്ലേ? ദൈവം സ്നേഹിച്ചുള്ള കാര്യമാണ്. ദൈവം സ്നേഹിച്ചുള്ള കാര്യമാണ്. അതേ സമയത്ത് ഇന്നയാൾ അമ്പാനിയാണ് എന്നെ അങ്ങ് സ്നേഹിക്കുന്നെങ്കിൽ ഒരു പ്രയോജനം, അദാനിയാണ് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ വല്ല പ്രയോജനമുണ്ട്. അതല്ല, നമ്മളെ ഏറ്റവും വലുതായി കാണുന്ന വ്യക്തി ആരാ? അവരുടെ സ്നേഹം കിട്ടുകയാണെങ്കിൽ അതാരുടെ സ്നേഹമോ? ഭർത്താവിന്റെ സ്നേഹമാണോ? ഭാര്യയുടെ സ്നേഹമാണോ? അതാരുടെ സ്നേഹമാ? മകളുടെ സ്നേഹമാണോ? മകന്റെ സ്നേഹമാണോ? അമ്മയുടെ സ്നേഹമാണോ? അപ്പന്റെ സ്നേഹമാണോ? തീർന്ന്. നിങ്ങൾ വെറും ജഡത്തിലെ ബലഹീന മനുഷ്യരാണ്. ആത്മാവുണ്ടെന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ സ്വീകരിക്കാത്ത മനുഷ്യർ. ഞാൻ തുറന്നു പറയാം കേട്ടോ, ഈ പുസ്തകം പറയുന്നു, നാളെ നിന്റെ അപ്പൻ നിന്നെ മറക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യത്തില്ല. ബൈബിൾ പറയുന്നു, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. മറക്കാം. അമ്മയും അമ്മയുടെ കാര്യം വരുമ്പം അമ്മ മറക്കാം. ഈ അമ്മമാർ പറയൂ ഞാൻ മറക്കത്തില്ലെന്ന് പറയും. പക്ഷെ ബൈബിൾ പറയുന്ന ചരിത്രമാണ്. ഹല്ലേലൂയ. മക്കൾ, നീ സ്നേഹിക്കുന്നത് എന്താണ്? ദൈവത്തെക്കാൾ അധികം നീ സ്നേഹിക്കുന്നത് എന്താണ്? അത് നിന്നെ നാളെ ഉറത്തിട്ട് കതറണം. എന്തിനാണ് നീ ബഹുമാനം കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹം കണ്ടിട്ടാണോ അതോ ലോകത്തിലുള്ള എന്തിന്റെയെങ്കിലും സ്നേഹം കണ്ടിട്ടാണോ? ഒന്ന് പരിശോധിച്ചേ. എന്തിന്റെയെങ്കിലും, അമ്മ, അപ്പൻ, സഹോദരി, സഹോദരൻ, ഭാര്യ, എന്തെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ നാളെ നിങ്ങൾ അത് പുറത്തുവിടും. വിശുദ്ധ ബൈബിൾ പറയുക, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയെയോ മക്കളെയോ ഭാര്യയെയോ എന്തെങ്കിലും നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ എനിക്ക് വേണ്ട. എൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് വരുത്തില്ല. എൻ്റെ സ്നേഹം നിങ്ങൾക്ക് വരണമെങ്കിൽ ആ സ്നേഹത്തെ നിങ്ങൾ വിലമതിക്കണം. ദൈവസ്നേഹത്തെ നമുക്ക് എന്ത് വിലയുണ്ട് മോളെ? അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എന്തോ ഇല്ലേ ഈ ലോകത്തിൽ? ഇല്ലേ? എന്തോ ഇല്ലേ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത്? നമുക്ക് എന്തോ ഒന്നൊന്നുമല്ല, നമുക്ക് പലതാ. ബൈബിൾ പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഈ സ്നേഹം കണ്ടവനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാൻ ദീർഘിപ്പിക്കാതെ ആ വചനം ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, വേദപുസ്തകത്തിലെ സ്നേഹമെന്ന് പറയുന്നത്, നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു സംഭവം കാണാനായിട്ട് കഴിയും. ദാവീദ് ഈ ലോകത്തിൽ വെച്ച് അന്ന് മഹാരാജാവായിരിക്കുന്ന സമയം, മഹാരാജാവാകുന്നതിന് തൊട്ട് മുൻപ് ശൗലാണെന്ന് രാജാവ്. ശൗലിന്റെ മകൻ യോനാഥാൻ ദാവീദിനെ തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചുവെന്ന് നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുന്നു, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു, ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. എങ്ങനെ വായിക്കുന്നു? തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചു. എന്താ കാരണം? ഇസ്രായേലിന് വേണ്ടിയിട്ട് ഫെലിസ്ത്യരുടെ മുമ്പിൽ തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ചെല്ലുന്ന ദാവീദിനെ യോനാഥാൻ നോക്കിക്കൊണ്ടിരുന്നു. യോനാഥാൻ നോക്കിയപ്പോൾ പവിഴ നിറമുള്ള കോമള രുവിയായ ഒരു യൗവനക്കാരൻ ഗോലിയാത്തിന് മുമ്പിലേക്ക് നടന്നെടുക്കുന്നു. തൻ്റെ അപ്പൻ പേടിച്ച് വിറച്ചു നിൽക്കുന്നു. സൈന്യത്തിന്റെ നായകനായ അപ്പനെ പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ ദാവീദ് ചെല്ലുന്ന കാഴ്ച കണ്ടിട്ട്, ഞാൻ ദാവീദിനെ പ്രസംഗിക്കുന്നു, ഒന്നും വരുന്നേ, ഞാൻ ദാവീദിനെ പ്രസംഗിക്കുന്നത്. എന്റെ പ്രസംഗ വിഷയം അതല്ലെന്നേ ഉള്ളൂ. ദാവീദ് ഓടിച്ചെല്ലുന്ന കണ്ടപ്പോൾ
ഫെലിസ്ത്യൻ നേരെ വന്നിട്ട് ഒരു പട്ടിയുടെ മുന്നിൽ നിൽക്കുന്ന പോലെ ചോദിക്കുക, എന്താണ് നീ എന്നെ നായയെ തല്ലുന്ന പോലെ വടിയുമായിട്ടാണ് വരുന്നത്? അവൻ്റെ കയ്യിൽ ആടിനെ മേയ്ക്കുന്ന വടിയുണ്ട്, ഒരു കവണയുമുണ്ട്, ഒരു കല്ലുമുണ്ട്. നിമിഷ നേരം കൊണ്ട് ദാവീദ് പറഞ്ഞു, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദിന്റെ നേരെ ഓടിച്ചെന്നു. ദാവീദിനെ അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത്, ദാവീദ് അവന്റെ മുൻപിൽ ഫെലിസ്ത്യനായ ഗോലിയാത്ത് മലർന്നങ്ങ് വീണു. എന്താ സംഭവിച്ചത്? ദൈവമക്കളാകുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കണ്ടു നിൽക്കുകയാണ് യോനാഥാൻ. യോനാഥാൻ കണ്ടു നിന്നിട്ട് യോനാഥാൻ ദാവീദിനെ പ്രാണനെ പോലെ സ്നേഹിച്ചു. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയോട് ഞാൻ ചോദിക്കാം, പ്രാണനെ പോലെ ദാവീദിനെ യോനാഥാൻ സ്നേഹിച്ചു, തെളിയിക്കണ്ടേ? യോനാഥാൻ ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്തു. അന്ന് ഞാൻ ഇപ്പോൾ എടുത്ത് വായിക്കുന്നില്ല. ഉടമ്പടി ചെയ്തു, സകലവും കൈമാറി. നീ രാജാവായിട്ട് ഇസ്രായേൽ ഭരിക്കും, എൻ്റെ അപ്പനെ ദൈവം നീക്കും, നീ രാജാവാകും, എന്നെ മറക്കരുത്, എന്നെ രണ്ടാമനാക്കണം. ദാവീദിനോട് യോനാഥാൻ എന്നെ രണ്ടാമനാക്കണം. ദാവീദ് എല്ലാം സമ്മതിച്ചു. ദാവീദ് അതുല്ല ഗുഹയിലേക്ക്, കാടുകളിലേക്ക് കഷ്ടത അനുഭവിപ്പാനായിട്ട് പോയി. പക്ഷേ യോനാഥാൻ അഭിഷേകമില്ലാത്ത ശൗൽ മഹാരാജാവിന്റെ പട്ടുമത്ത തിരഞ്ഞെടുത്തു. അഭിഷേകമില്ലാത്ത രാജാവിന്റെ മകനെന്നുള്ള പദവിക്ക് വേണ്ടി അവൻ ഓടി. ദാവീദിന്റെ കൂടെ പോയി കഷ്ടം സഹിക്കാൻ തയ്യാറായില്ല. ഇതാണോ പ്രാണനെ പോലെ സ്നേഹിക്കുന്നത്? യേശു ക്രിസ്തു നിന്നെ സ്നേഹിച്ച സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദാവീദ് തൻ്റെ കഷ്ടത വർഷങ്ങളാണ് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ശൗൽ മഹാരാജാവ് നടക്കുന്നത്. പക്ഷെ യോനാഥാൻ ഒരു കഷ്ടതയില്ല. യോനാഥാൻ സുഖമാണ്. യോനാഥാന്റെ ഉള്ളിൽ അവനോട് സ്നേഹമുണ്ട്. പക്ഷെ ജീവിതം കൊണ്ട് അത് തെളിയിക്കാൻ പറ്റിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം കൊണ്ട് അത് തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വ്യർത്ഥമാണ്. അവസാനം യോനാഥാൻ ഫെലിസ്ത്യന്റെ കയ്യാൽ വീണുപോയി, മരിച്ചുപോയി. ദാവീദ് യോനാഥാന്റെ മൃതദേഹത്തിന്റെ മുമ്പിൽ വന്ന് കരയുന്ന കാഴ്ച നിങ്ങൾ ശമൂവേലിന്റെ പുസ്തകം വായിച്ചു നോക്കുക. അതിനകത്ത് എഴുതിയിരിക്കുന്നു, യോനാഥാനെ, എനിക്ക് പ്രാണപ്രിയരായവരെ, ഒരു നീചനെ പോലെ നീ പട്ടുപോയല്ലോ, പടിവാർ ഇങ്ങനെ വെച്ചു. അദ്ദേഹം ദാവീദിന്റെ കരച്ചിൽ, എൻ്റെ കൂടെ രണ്ടാം സ്ഥാനത്തിരിക്കേണ്ടവരല്ലേ നീ, ഞാൻ രാജാവാകുമെന്ന് പ്രവചിച്ചവരല്ലേ നീ, എൻ്റെ കൂടെ ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കേണ്ടവരല്ലേ നീ, നീ എങ്ങനെ പട്ടുപോയി? കഷ്ട സഹിക്കാൻ മനസ്സില്ല. സഹോദരന്റെ തുപ്പലേക്കണം, സഹോദരനെ നിന്ദിക്കണം, നിന്നെക്കൊണ്ട് കൊള്ളത്തില്ലെന്ന് പറയണം, നിന്നെ ആർക്കും വേണ്ടെന്ന് പറയണം, അവനെ സ്നേഹിക്കണം. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം അത് പറ്റും. പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അത് ചിരിച്ചു കാണിക്കാം, കേട്ടോ, കയ്യും കൊടുക്കാം. അകത്ത് ഒരു ചെറിയ കാലുവരൽ എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ, ഇപ്പം നിങ്ങളാണെങ്കിൽ ഒരു കഷ്ടത്തിനാണ് ഇരിക്കുന്നെങ്കിൽ, കണ്ടോ എന്നോട് അത് പറഞ്ഞപ്പോഴേ ഞാൻ ചിന്തിച്ചതാ, എന്നോട് കാണിച്ചു അയ്യോ നിന്നെ പോലെ ആളാണോ ദൈവം? ഹല്ലേലൂയ. ചിലർ പറയും, പാസ്റ്റർമാരോട് കളിച്ചാൽ കളി പെശ കേട്ടോ, നിങ്ങൾ കണ്ട് ഇടിമ നിൽക്കുന്നവരാ, അവരോട് നിങ്ങളൊന്ന് കാണിക്കരുത് എന്ന് വെച്ചാൽ ഉടനെ അവനെ കൊല്ലുമെന്നാണ്, ഉടനെ അവന് ഡയബറ്റിക് വരുത്തുമെന്നാണോ, ഉടനെ അവന് ഹാർട്ട് അറ്റാക്ക് വരുത്തുമെന്നാണോ? എന്തൊരു വിരോധമായിരിക്കുന്ന ഉപദേശമായത്. നീ നിന്നെപ്പോലെ ഒരു സ്വഭാവക്കാരനായിട്ട് ദൈവത്തെ കാണരുത്. ദൈവത്തിന്റെ ദീർഘക്ഷമ എന്താണ്, ദൈവത്തിന്റെ മഹാദയ എന്താണ്, ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് നീ തിരിച്ചറിയണം. അഥവാ എന്തെങ്കിലും വന്ന ഉടനെ ആ പാസ്റ്ററോട് കാണിച്ചിട്ടാണെന്നും ഇല്ലെങ്കിൽ ഇന്ന സഹോദരിയോട് കാണിച്ചിട്ടാണെന്നും പറയരുത്. അങ്ങനെ ചെയ്യുന്ന നിന്നെ പോലത്തെ ഒരു മനുഷ്യനല്ല ദൈവം. അവൻ സ്നേഹസമ്പന്നനാണ്, കരുണയുടെ ഉറവിടമാണ്. അത് തീർന്നു പോകാത്തതാണ്. എന്റേത് തീർന്നു പോകും, എൻ്റെ കരുണ തീർന്നു പോകും. പ്രൈസലോ. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ക്രിസ്തുവോ നമുക്ക് വേണ്ടി മരിക്കയാൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കർത്താവ് സ്നേഹിച്ചത് നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ടാണോ അതോ പാപിയായിരിക്കുമ്പോഴാണോ സ്നേഹിച്ചത്? എങ്കിൽ ഇവിടെ ഏറ്റവും പാപിയായ വ്യക്തിയെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും. നീ ആ പാപിയായിരിക്കും നിന്നെ സ്നേഹിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ
ഈ സഭയ്ക്കകത്തുള്ള ഈ 10 ദൈവമക്കളെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ സഭായോഗി പ്രസംഗം തീരാൻ കാത്തു നിൽക്കും. ചെല്ലു. കാരണം അവിടെ ഒരു മാമോദിസ ഉണ്ട്. ചെല്ലാണ്ട് പറഞ്ഞിട്ടാണ് ചെന്നിരിക്കുന്നത്. അപ്പുറത്തൊരു വിവാഹ നിശ്ചയമുണ്ട്. ചെല്ലാണ്ട് പറഞ്ഞിട്ടായിരിക്കുന്നത്. വലുതതാ. ഇവിടെയുള്ള ദൈവമക്കളുമായിട്ട് ഒന്നിച്ച് കൂട്ടായ്മ ആചരിച്ച് സന്തോഷിച്ച് നമ്മളിവിടെ അല്പം കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരണം കഞ്ഞിയും പയറും പിന്നെ സാധനങ്ങളും. ഹല്ലേലൂയ. ഇനി ഇവിടെ ഞാൻ ഉണ്ടാക്കത്തില്ല, ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അങ്ങ് പോവുക. എന്തിന് ഈ പാഴ് ജോലി ഞാൻ ചെയ്യുന്നത്? ആർക്കും വേണ്ടാത്ത ജോലി ഒന്നിച്ചു കൊണ്ടുവരണം. അല്പം ഭക്ഷണം നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് പറയണം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന നല്ലതെന്ന് പറയണം. പറ്റത്തില്ലല്ലോ അല്ലേ? പറ്റത്തില്ലല്ലോ അല്ലേ? എന്താ കാണറിയോ? ആ സ്നേഹത്തിൻ്റെ ഒരു കൊണിശം നീ അനുഭവിച്ചിട്ടില്ല. നീ ദൈവമകനാണെന്നും ദൈവമകളാണെന്നും വാഗൊണ്ട് പുലമ്പുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. നിനക്ക് സ്നേഹിക്കാൻ പറ്റിയ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എനിക്ക് സ്നേഹിക്കാൻ പറ്റിയ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരാളെ ചൂണ്ടിക്കാണിച്ചേ. ഒരാളെ. എൻ്റെ സ്ഥാനം അപഹരിക്കുന്ന, എൻ്റെ മാനം കെടുത്തുന്ന, എന്നെ ദേശത്ത് നിന്നാപാത്രമാക്കി നിൽക്കുന്ന വ്യക്തി നിന്റെ കൂട്ട് സഹോദരനായിക്കോട്ടെ, സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരനായിക്കോട്ടെ, അവന് വേണ്ടി ജീവൻ കൊടുക്കുന്നതാണ് സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 3:16 എന്ന് പറഞ്ഞേ. ആർക്കില്ലേ? യോഹന്നാന്റെ സുവിശേഷം 3:16 ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. 1 യോഹന്നാൻ 3:16. അതാണ് നമുക്ക് പറഞ്ഞത്. നമുക്ക് ദൈവവചനത്തിന്റെ വെളിപ്പാടില്ലാത്ത കൊണ്ടാണ്. യോഹന്നാൻ 1:3-16, 1 യോഹന്നാൻ 3:16 നമ്മൾ ഹൃദയസ്ഥമാക്കണം. വായിച്ച മോളെ. അവൻ നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിയിക്കുന്നു. നാം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. 1 യോഹന്നാൻ 3:16 എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്നു. അത് യോഹന്നാൻ 3:16 തന്നെ എടുത്തെഴുതിയിരിക്കുക. അതുകൊണ്ട് നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞു. സ്നേഹം അറിഞ്ഞോ? സ്നേഹം എന്തെന്ന് അറിയണമെങ്കിൽ പാസ്റ്ററുടെ സ്നേഹം കണ്ടിട്ടല്ല, അടുത്തിരിക്കുന്ന വിശ്വാസത്തിന്റെ സ്നേഹം കണ്ടിട്ടല്ല, ഇതിന് കാണാനല്ല ഇവിടെ വന്നത്. നമ്മൾക്ക് തമ്മിലുള്ള കൂട്ടായ്മയല്ല വലുത്, നാം ദൈവസന്നിധിയിലേക്കാണ് വന്നെന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് പാസ്റ്ററുടെ സ്നേഹം. ചോദിക്കണം, പാസ്റ്ററെ ഇച്ചിരുടെ എന്നെ സ്നേഹിച്ചുകൂടെ? എന്നോട് ഇച്ചിരുടെ കേരള കാണിച്ചുകൂടെ? സഹോദര, എന്നോട് അല്പസ്നേഹം തന്നുകൂടെ? ഞാൻ അങ്ങോട്ട് സ്നേഹിക്കാം, നമുക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാം എന്ന് പറയുന്ന ഒരു ബന്ധം ഉണ്ടാകണം. നമ്മൾ അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കണം. നാമും സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് 1 മിനിറ്റ് വെച്ചു കൊടുക്കുക. പ്രാണനെ ഒന്നും വെച്ചു കൊടുക്കണ്ട, 1 മിനിറ്റ് സഹോദരന്മാർക്ക് വേണ്ടി. അതെങ്ങനെ പാസ്റ്ററെ പറ്റും? ജീവിതം അത്ര ബന്ധപ്പാടല്ലേ? 6.5 ദിവസവും അധ്വാനമാവാസേ. പിന്നെ എങ്ങനെ സഹോദരന് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കാൻ എന്നെ കിട്ടത്തില്ല, ഒന്ന് ശരിക്കാൻ എന്നെ കിട്ടത്തില്ല. കർത്തൃമേശയൊന്ന് കഴിയണം, ഞാൻ സ്ഥലം വേണം. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ച് പിന്നെ കരഞ്ഞിട്ട് പാസ്റ്റർ ഒന്ന് കണ്ണൂർന്ന് നോക്കിയപ്പം അച്ഛനില്ല, അമ്മാമ്മയില്ല. എന്താ കാരണം? എന്തൊരു സ്നേഹമുള്ള സഹോദരന് വേണ്ടിയിട്ട്. ഈ ദൈവത്തിന് മുമ്പിൽ ഈ വാക്ക് പറഞ്ഞുകൊണ്ട് വരരുത്. നമ്മൾ സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കണം. ഒന്ന് കൈ ചലിപ്പിച്ചൂടെ? ഒന്ന് കൈ ചലിപ്പിച്ചൂടെ? ഹല്ലേലൂയ. ഈ സുവിശേഷം പിന്നെ പലർക്കും വേണ്ടല്ലോ. പലർക്കും എന്താ വേണ്ടത്? നമ്മൾ നന്നായിട്ടങ്ങ് ജീവിച്ചാൽ മതി, നമുക്ക് നന്നായിട്ട് മതി. ആരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല. നമുക്ക് നന്നായിട്ടങ്ങ് ജീവിക്കണം. എൻ്റെ കുഞ്ഞെ, അങ്ങനല്ല ബൈബിൾ പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം തെളിയിച്ചു കാണിച്ചത് നിന്നെ സ്നേഹിച്ചതാണ്. നീ പാപിയായിരിക്കെ സ്നേഹിച്ചതാണ്. ഇതുപോലെ നിന്നെ വെറുക്കുന്ന, നിന്നെ നിന്ദിക്കുന്ന, നിന്നെ കുറിച്ച് അപശ്രുതി പറയുന്ന മനുഷ്യനോട് കെട്ടിപ്പിടിച്ച് സ്നേഹമെന്ന് പറയാനല്ല, നിന്റെ ജീവൻ കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പുസ്തകം ചുമക്കരുത് കേട്ടോ. ഈ പുസ്തകം വെറുതെ സൂക്ഷിച്ചു വേണം. ഈ പുസ്തകത്തിന്റെ ജീവൻ നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് ജീവനെ കൊടുക്കാൻ, അവനൊരു തെറ്റ് ക്ഷമിക്കാൻ, അവൻ്റെ ഒരു കുറ്റം ക്ഷമിക്കാൻ, അവനോടൊന്ന് സ്നേഹമായിട്ടൊന്ന് ഇടപെടാൻ കഴിയാത്ത ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ
നിങ്ങളുടെ അകത്ത് ജീവനാണോ മരണമാണോ? ഹലോ, അകത്ത് ജീവനാണോ മരണമാണോ? ഞാൻ എൻ്റെ മക്കളെ നിർത്തുക, കൂടുതൽ പദ്ധതി കാര്യമൊന്നുമില്ല. അകത്ത് ക്രിസ്തുവിൻ്റെ ജീവൻ വന്നിട്ടുണ്ടോ എങ്കിൽ സഹോദരന് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കാൻ പറ്റും. എന്നെ തല്ലണ്ട അമ്മാവാ, ഞാൻ നന്നാകത്തില്ല. ഞാൻ ഈ പഠിച്ചതുപോലെ ഈ പാട്ടുപാടാനും പ്രസംഗം കേൾക്കാനും മാത്രമല്ലാതെ ഹല്ലേലൂയ എനിക്കിതിൻ്റെ അപ്പുറത്തൊന്നും പറ്റത്തില്ല. ഞാൻ ദയവ് ചെയ്തിട്ട് പറയാം, എനിക്ക് ഈ ഭൂമിയിൽ ഇതല്ലാത്തൊരു ശുശ്രൂഷയില്ല. തമ്മിൽ ഞാൻ രക്ഷിക്കപ്പെട്ട നാള് ആദ്യമായിട്ട് എന്നോട് ദൈവദാസൻ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. പാസ്റ്റർക്ക് ഇവിടെ പോകാം. 1 മാസം കഴിഞ്ഞ് എനിക്ക് ബൈബിൾ ആകപ്പാടെ പുതിയ നിയമം മാത്രമേ വായിച്ചിട്ടുള്ളൂ. പഴയ നിയമം വായിച്ചിട്ടേ ഇല്ല. എന്നോട് പാസ്റ്റർ പറഞ്ഞപ്പച്ചുകൂടി ഞാൻ പോവുക, അപ്പച്ചുകൂടി വേണമെന്ന് പ്രസംഗിക്കും. ഞാൻ പറഞ്ഞു പാസ്റ്റർ ഞാനെന്ന് പ്രസംഗിക്കാൻ. എനിക്ക് ആകപ്പാടെ ആരും കണ്ടിട്ടില്ലാത്ത അറിയാത്ത വാക്യം ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഇതാരും പ്രസംഗിക്കുന്നില്ലെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഏതറിയോ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിനക്ക് പിന്നെ ആ അധ്യായത്തിൽ നിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ അവനോട് അത്താഴം കഴിക്കും. നിനക്ക് ജീവനുള്ളവരുടെ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം എനിക്കത് കേട്ടു. ഞാൻ വിചാരിച്ചത് ആൾ പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അത് പ്രസംഗിച്ചു. 5 മിനിറ്റാണ് പ്രസംഗിച്ചത്. 5 മിനിറ്റത്തെ പ്രസംഗത്തിനകത്ത് നീ ധനവാൻ, നീ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ലെന്ന് പറയുന്നു എന്നുള്ള സഭയുടെ കുറ്റം, നീ ഏതിൽ നിന്നും നിനക്ക് സ്നേഹമില്ലെന്ന് കർത്താവ് പറയുന്ന ശബ്ദം കേട്ട് ഞാനതൊന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ മുഴുവനും ഇതാണ്. ബൈബിൾ മുഴുവനും പഠിപ്പിക്കുന്നത് പാപികളായിരിക്കെ എന്നെ കർത്താവ് സ്നേഹിച്ചു. ആ സ്നേഹം അനുഭവിക്കുന്നു എന്നുള്ള തെളിവെന്താ? പാപിയോട് ക്ഷമിക്കുക. ഇപ്പം നമ്മളെന്തെല്ലാം പറഞ്ഞു. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാളോട് ഇന്നയാളെ ക്ഷമിച്ച് സ്നേഹിക്കാൻ വേണ്ടി പറയുക. ഞാൻ ഒന്ന് പറയുക, എങ്ങനെ ഇപ്പം അനീഷയോട് പറയുക, നീ വിവേകിനെ സ്നേഹിക്കണം, വിവേകിനോട് ക്ഷമിച്ചു കൊടുക്കണം. പിന്നെ അനീഷ് പറയും, വാസുക്കറിയാമോ അവനോട് ചെയ്തത്? നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറയും, വാസുക്കറിയാമോ അവനോട് ചെയ്തത്? എന്നെക്കുറിച്ച് ഇന്നെടുത്ത് പോയി കുറ്റം പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എന്തെല്ലാം ഓരോന്ന് അടുത്ത ആൾ എനിക്ക് മനസ്സിച്ച് അനീഷ നല്ല കുട്ടി ആരോട്ട് അങ്ങ് പറയുമോ എന്ന് വിചാരിച്ചു. പക്ഷെ വേറൊരാണെങ്കിൽ എനിക്ക് സ്നേഹക്കുറവില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കൊള്ളാം, ഞാൻ വിവേകിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വിജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഉള്ളിൽ ഒരു അടി കിട്ടുമെന്ന് കാത്തിരിക്കുക. ഉള്ളിൽ അവന് വേണ്ടി പ്രാണനെ കൊടുക്കുന്ന സ്നേഹമുണ്ടോ എങ്കിൽ പ്രാണനെ കൊടുക്കാൻ എൻ്റെ സഹോദരൻ ബാബുവിടെ വന്നിട്ടുണ്ട്. ബാബുവിന് വേണ്ടി പ്രാണനെ കൊടുക്കാൻ കഴിഞ്ഞ ആഴ്ച തയ്യാറായ എത്ര പേരുണ്ട്? അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? നമ്മുടെ ചോദ്യം, അവൻ ഈ സഭയിൽ എന്ത് ഉത്തരവാദിത്വമുണ്ട്? അത് കണ്ടിട്ടാണോ നീ സ്നേഹിച്ചത്? നിന്നെ കർത്താവ് സ്നേഹിച്ചത് എങ്ങനെ? ഇതിൻ്റെ അപ്പുറത്തൊരു ഉപദേശം ബൈബിളിൽ നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാനുണ്ടോ? നിങ്ങൾക്ക് പറയാം, വന്നാട്ടെ 10 മിനിറ്റ് എന്നെ കൂടെ പ്രബോധിപ്പിക്കാം. ഇതിൻ്റെ അപ്പുറത്തൊരു ഉപദേശം ബൈബിളിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് എന്താ? ജീവനാണോ മരണമാണോ? വെളിച്ചമാണോ ഇരുട്ടാണോ? സ്നേഹമല്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ടോ? ഹല്ലേലൂയ. എന്താ ഈ ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത്? ഒരു കപ്പലിലെ കുടുംബത്തിലെ ഒരു കപ്പലിലെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നവരെ നമ്മുടെ സോഫിയമ്മയുടെ വേദന അറിയാവുന്ന കഴിഞ്ഞ ആഴ്ചയും മനസ്സിലാക്കി എത്ര പേരുണ്ട് ഇവിടെ? റീനാമോളുടെ വേദന മനസ്സിലാക്കി എത്ര പേരുണ്ട് ഇവിടെ? ഹല്ലേലൂയ. വാവയങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം എന്താണെന്ന് മനസ്സിലാക്കി എത്ര പേരുണ്ട് ഇവിടെ? ഈ പുസ്തകം സ്നേഹത്തിന്റെ പുസ്തകം, ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഞായറാഴ്ച വന്നിട്ട് ഇവിടെ കർമ്മം കാണിക്കാൻ വരുന്നതല്ല വിശേഷം. കർത്താവ് നിനക്ക് വേണ്ടി പാപിയായിരിക്കെ തന്റെ പ്രാണനെ വെച്ച് തന്നെങ്കിൽ അതുപോലെ നിന്റെ സഹോദരന് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കണം. നമ്മൾ ഓട്ടോവാ സ്നേഹത്തിന് വേണ്ടിയിട്ട്. ഇതിനാ വല്ലതും കിട്ടും. നമ്മളെ സ്നേഹിക്കുന്നവനും വല്ലതും കിട്ടുമെന്നല്ല, അവൻ നമുക്ക് തന്നു കഴിഞ്ഞു. യേശുവിന്റെ അതേ സ്വരൂപത്തോട്
നമ്മളെ അനുരൂപരാക്കാനാണ് വിളിച്ചിരിക്കുന്നത്. നിർത്തട്ടെ സഹോദരങ്ങളെ, അഭക്തർക്ക് വേണ്ടി അവൻ മരിച്ചു, ബലഹീനതയിൽ മരിച്ചു, പാപികൾക്ക് വേണ്ടി ജീവൻ തന്നു. എന്തിനാ? നീ ഇതെല്ലാം ആസ്വദിച്ച് സന്തോഷിച്ച് സ്വർഗത്തിൽ പോയി അങ്ങ് സന്തോഷിക്കണം. അതിനാണോ? ദോഷിയായ നന്മയില്ലാത്ത എന്നെ അടുത്തിരിക്കുന്ന, എന്നെ വെറുക്കുന്ന എൻ്റെ സഹോദരിയോട്, എൻ്റെ സഹോദരനോടുള്ള എൻ്റെ സ്നേഹം ഉള്ളിലുണ്ടെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോരാ, പ്രദർശിപ്പിക്കണം. വാക്കിലൂടെ, നോട്ടത്തിലൂടെ, പ്രവൃത്തിയിലൂടെ പ്രദർശിപ്പിക്കണം. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണം.